നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മലയാളം മിഷൻ ഗോവ ചാപ്റ്റർ പഠനോത്സവവും പ്രവേശനോത്സവവും. മലയാളം മിഷൻ ഗോവ ചാപ്റ്ററിലെ കണിക്കൊന്ന സൂര്യകാന്തി ആമ്പൽ കോഴ്സുകളുടെ പഠനോത്സവം 20-7-2025 ഞായറാഴ്ച കൈഗ സൈനിക സ്കൂളിലും പഞ്ചിം മലയാളി അസോസിയേഷൻ ഓഫീസിലുമായി നടന്നു. അധ്യാപകരായ ഷീബ മനോജ്, ഇന്ദു ബിനിമോൻ, സുധിന രാജീവ്, ബിൻസി വിനോദ് എന്നിവർ ഇൻവിജിലേറ്റർമാരായി. ചാപ്റ്റർ പ്രസിഡന്റ് ജോൺസൺ പള്ളം, സെക്രട്ടറി ജയശ്രീ ജയപ്രകാശ്, കോർഡിനേറ്റർ ബിനിൽ TR എന്നിവർ പഠനോത്സവത്തിന് നേതൃത്വം നൽകി. ഗോവ ചാപ്റ്റർ പ്രവേശനോത്സവവും സുഗതാഞ്ജലി കാവ്യാലാപനത്തിന്റെ ചാപ്റ്റർ തല മത്സരം സീസൺ 5-നും ഈ മാസം 27-ാം തീയതി രാവിലെ 9:30 മുതൽ പോണ്ട ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റിയിൽ വെച്ച് നടത്തപ്പെടുന്നു. മലയാളം മിഷൻ കർണാടക ചാപ്റ്റർ പ്രസിഡന്റ് K. ദാമോദരൻ മാഷ് മുഖ്യ അതിഥിയെ എത്തുന്ന ചടങ്ങിൽ വെച്ച് ഗോവ ചാപ്റ്ററിൽ പഠിക്കുന്ന കുട്ടികളിൽ 10ാം ക്ലാസും 12ാം ക്ലാസുകളിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഗോവയിലെ മുഴുവൻ ഭാഷാസ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നതായി പ്രോഗ്രാം കൺവീനർ K. മോഹൻദാസ് അറിയിച്ചു. മബ്സയിൽ സെന്റ് ബ്രിട്ടോസ് സ്കൂളിന്റെ മതിൽ തകർന്നു. ഗോവയിലെ മബ്സയിൽ സെന്റ് ബ്രിട്ടോസ് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ തകർന്നു വീണ് 3 ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തെ വീടിന്റെ ഒരു ഭാഗവും ഭാഗികമായി തകർന്നു. മൺസൂൺ മഴയിൽ മതിലിന്റെ അടിത്തറ ദുർബലമായതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശവാസികൾ സുരക്ഷാ ആശങ്കകൾ ഉന്നയിക്കുന്നു. സ്കൂൾ പരിസരം ആളൊഴിഞ്ഞിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. സ്കൂൾ അധികൃതർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അറിയിച്ചു. പോലീസും പ്രാദേശിക ഭരണകൂടവും സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. മതിൽ പുനർനിർമ്മാണത്തിന് അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മബ്സ മത്സ്യവിപണിയിൽ വ്യാപാരികൾക്കെതിരെ ചെറുകിട വിൽപ്പനക്കാർ. മബ്സ മത്സ്യവിപണിയിലെ ചെറുകിട വിൽപ്പനക്കാർ മൊത്ത വ്യാപാരികൾ ചില്ലറ വിൽപ്പന നടത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചു. മൊത്ത വ്യാപാരികളുടെ ചില്ലറ വിൽപ്പന കാരണം തങ്ങളുടെ വ്യാപാരം നഷ്ടത്തിലാണെന്ന് ചെറുകിട വിൽപ്പനക്കാർ ആരോപിക്കുന്നു. മത്സ്യ മാർക്കറ്റിലെ വിൽപ്പനക്കാരിയായ ശശികല ഗോവേക്കർ പറയുന്നതനുസരിച്ച് മൊത്ത കച്ചവടക്കാർ രാവിലെ 7 മണിക്ക് മുമ്പ് അവരുടെ സ്റ്റോക്ക് വിതരണം ചെയ്ത് മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലിക്കാത്തത് കച്ചവടക്കാർക്ക് വരുമാന നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നും അവർ ആരോപിച്ചു. വിഷയം പരിഹരിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് ചെറുകിട വിൽപ്പനക്കാർ ആവശ്യപ്പെട്ടു. ഗോവ ബജറ്റ് പ്രതിപക്ഷം സർക്കാരിനെ വെല്ലുവിളിക്കും. ഗോവ നിയമസഭയുടെ 15 ദിവസത്തെ മൺസൂൺ സമ്മേളനം ഇന്ന് ആരംഭിക്കും. 7 പ്രതിപക്ഷ MLA-മാർ ബജറ്റ് ചർച്ചകളിൽ സർക്കാരിനെ വെല്ലുവിളിക്കാൻ ഒരുങ്ങുന്നു. ഭൂമി ഉപയോഗമാറ്റം, അഴിമതി ആരോപണങ്ങൾ, ജോലിക്ക് പണം വാങ്ങൽ വിവാദം, ടാക്സി പ്രശ്നങ്ങൾ, നിയമക്രമസമാധാന വീഴ്ചകൾ എന്നിവയിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനെയും മന്ത്രിമാരെയും പ്രതിപക്ഷം കുടുക്കും. 16 സർക്കാർ സ്വകാര്യ ബില്ലുകളും 15 സ്വകാര്യ അംഗങ്ങളുടെ പ്രമേയങ്ങളും ചർച്ചയാക്കും. നിയമനിർമ്മാണങ്ങൾക്ക് പുറമെ അനധികൃത കെട്ടിടങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിയമവും സർക്കാർ മുന്നോട്ട് വയ്ക്കും. മലേറിയ വാക്സിൻ പുതിയ പ്രതീക്ഷ. ഭുവനേശ്വറിലെ റീജിയണൽ മെഡിക്കൽ റിസർച്ച് സെന്റർ വികസിപ്പിച്ച അഡ്ഫാൽസി വാക്സ് മലേറിയ വാക്സിൻ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം അണുബാധ തടയാനും വ്യാപനം കുറയ്ക്കാനും ശേഷിയുള്ളതാണ്. ICMR-ന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലേറിയ റിസർച്ച്, മറ്റ് ICMR സ്ഥാപനങ്ങൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി എന്നിവയുമായി സഹകരിച്ചാണ് പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ICMR വാക്സിൻ വാണിജ്യ ഉൽപ്പാദനത്തിനായി ടെക്നോളജി ട്രാൻസ്ഫറിന് താൽപ്പര്യപത്രം ക്ഷണിച്ചു. RMRC ഉൽപ്പാദനത്തിന് സാങ്കേതിക മാർഗനിർദ്ദേശവും പിന്തുണയും നൽകും. ഈ കണ്ടുപിടുത്തം മലേറിയയ്ക്കെതിരായ പോരാട്ടത്തിൽ വലിയ മുന്നേറ്റമാണ്. പാറ റോഡ് അപകടം. ഗോവയിൽ റോഡ് സുരക്ഷാ പ്രശ്നം. പാറ മബ്സ റോഡിൽ 45-കാരിയുടെ മരണകാരണമായ അപകടം ഗോവയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ വെളിപ്പെടുത്തുന്നു. മൺസൂൺ മഴയിൽ റോഡുകളിലെ കുഴികളും തകർന്ന ഉപരിതലവും അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു. വൈദ്യുതി ജലവിതരണ ലൈനുകൾക്കായി കുഴിയെടുത്ത റോഡുകൾ മഴക്കാലത്തിനു മുമ്പ് പുനഃസ്ഥാപിക്കാത്തതാണ് പ്രശ്നം. സാലിഗാവ്, സിയോളിം, ചോപ്ഡേം റോഡുകളിലും സമാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഗോവയിലെ റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ടുവേം ആശുപത്രി നാട്ടുകാർ പ്രക്ഷോഭിക്കുന്നു. ബർണേമിലെ ടുവേം ആശുപത്രി ഗോവ മെഡിക്കൽ കോളേജുമായി ബന്ധിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ടുവേം ഹോസ്പിറ്റൽ ആക്ഷൻ കമ്മിറ്റി പൊതുയോഗം നടത്തി. 2026 ജനുവരി 26-ന് മുമ്പ് ആശുപത്രി ആരംഭിക്കണമെന്നും പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ നൽകണമെന്നുമാണ് ആവശ്യം. ആവശ്യങ്ങൾ അവഗണിച്ചാൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അമിത് സാവന്ത്, ദേവേന്ദ്ര പ്രഭുദേശായി, പ്രസാദ് ഷഹാപുർക്കർ, ദീപക് കലങ്കുത്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഗോവ സർക്കാർ ഈ ആവശ്യങ്ങൾ ഗൗരവമായി പരിഗണിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു.
കൊങ്കണി പഠന വർക്ക്ഷോപ്പ് 17ാം ബാച്ച്. ഗോവയുടെ മാതൃഭാഷയായ കൊങ്കണി പ്രോത്സാഹിപ്പിക്കാൻ അഭിനവ് ക്രിയേഷൻസ് 17ാം ബാച്ച് കൊങ്കണി പഠന വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നു. ഓൺലൈനിൽ നടക്കുന്ന ഈ വർക്ക്ഷോപ്പ് വൈകിട്ട് 7 മുതൽ 8:30 വരെ 15 ദിവസം നീണ്ടു നിൽക്കും. തുടക്കക്കാർക്കും ഭാഷാപ്രേമികൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഈ പരിപാടി സംഭാഷണ കൊങ്കണി പ്രവർത്തനങ്ങൾ, വീഡിയോ ഉറവിടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. മുൻ ബാച്ചുകളിലെ 12 സെഷനുകളിൽ നിന്ന് 15 സെഷനുകളിലേക്ക് വർദ്ധിപ്പിച്ചു. വിവിധ പ്രായത്തിലുള്ളവർക്കും തൊഴിൽ മേഖലകൾക്കും അനുയോജ്യമായ ഈ വർക്ക്ഷോപ്പ് സാംസ്കാരിക പശ്ചാത്തലവും പങ്കുവയ്ക്കും. ചന്തോറിൽ അർദ്ധരാത്രി കവർച്ച. ഗോവയിലെ ചന്തോറിൽ അർദ്ധരാത്രി നടന്ന കവർച്ച നാടിനെ ഞെട്ടിച്ചു. ഒരു വ്യക്തിയെ സ്വന്തം വീട്ടുപരിസരത്ത് ക്രൂരമായി ആക്രമിച്ച് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണവും പണവും കവർന്നു. സംഭവം പ്രദേശവാസികളിൽ ഭീതി പരത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടെ നാട്ടുകാർ കർശന നടപടികൾ ആവശ്യപ്പെടുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.